കഴിഞ്ഞ 2 വർഷമായി ഒരു ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കടക്കിണിയിലാണെന്നും വീട് ജപ്തി ഭീഷണി നേരിടുകയാണെന്നും വെളിപ്പെടുത്തി നടൻ സുബീഷ് സുധി. താനും സുഹൃത്തുക്കളും ചേർന്ന് നിർമ്മിച്ച ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടതോടെ കടം കയറി വല്ലാത്ത അവസ്ഥയിലൂടെ താൻ കടന്നു പോവുകയാണെന്ന് കുറിപ്പിൽ താരം പറയുന്നു. ദിവസവും കടക്കാരുടെ ഫോൺ വിളികൾ മാത്രമാണ് വരുന്നതെന്ന് താൻ 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നും സുബീഷ് പറയുന്നു. വലിയ സ്വപ്നങ്ങൾക്ക് പുറകെ പോയി ജീവിതം മുന്നോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന ഞാൻ 80ഓളം സിനിമകളിൽ അഭിനയിച്ചു. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പടത്തിൽ നായകനുമായി. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് സിനിമ നിർമ്മിച്ചത്. 2024 മാർച്ച് 8-ന് പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അത്. പിന്നെ നോമ്പ് മാസവും എക്സാമുമൊക്കെയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും പടം കണ്ടവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാ റിവ്യൂസും നല്ല സിനിമയാണെന്നാണ് പറഞ്ഞത്. ടൈംസ് ഓഫ് ഇന്ത്യ 5-ൽ 4 സ്റ്റാർ തന്നു. എൻ്റെ ഭാഗ്യക്കേട് കൊണ്ട് ആ സിനിമ സാമ്പത്തികമായി വിജയിച്ചില്ല. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഭാരത സർക്കാർ ഉൽപ്പന്നമെന്ന പേരിൽ സെൻസർ ബോർഡ് കട്ട് നൽകി. റിലീസിന് 2 ദിവസം മുൻപേ തിരക്കഥാകൃത്തും മരണപ്പെട്ടു. പിന്നെ ഈ സിനിമ വിൽക്കുവാൻ ബോംബെയിൽ പോയി. അവിടെ കുറേ ഏജൻറ്റുമാർ പൈസ വാങ്ങി പറ്റിച്ചു എന്നല്ലാതെ ഒന്നും നടന്നില്ല. ഞാൻ നേരായ വഴിയിൽ പൈസയുണ്ടാക്കി ഈ സിനിമയുടെ കടം വീട്ടാൻ ഒരുപാട് ശ്രമിച്ചു. അതും നടക്കാതെ പോയി. ഞാൻ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ വീട് ജപ്തിയിലാണ്. സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് തന്നവർ എനിക്കെതിരെ കേസ് കൊടുത്തു. അത് വാറണ്ടായി. എന്നെ എപ്പോൾ വേണമെങ്കിലും ജയിലിടുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് പൈസ കൊടുക്കുവാനുള്ളവരുടെ ഫോൺ കോൾ മാത്രമേ വരാറുള്ളൂ. എൻ്റെ നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്നവർ എൻ്റെ ഫോൺ പോലും എടുക്കാതെയായി. ഒരു ദിവസം 40ഓളം കോളുകളാണ് കടക്കാരുടേത് വരുന്നത്. പിടിച്ചു നിൽക്കാനാകാതെ 2 തവണ ജീവൻ അവസാനിപ്പിക്കുവാൻ പോലും തീരുമാനിച്ചു. ഈ ശ്രമത്തിനു മുൻപ് 2 സുഹൃത്തുക്കൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അവരിലാരോ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചറിയിക്കുകയും അശ്വതി മേഡം എൻ്റെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കി നിങ്ങളെ ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല, ജീവിതത്തിൽ ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഈ നല്ല സിനിമ തിയേറ്ററിലെത്തിക്കുവാൻ ശ്രമിച്ച സതീഷ് ഏട്ടനും വർക്കിച്ചനും സാമ്പത്തിക ബാധ്യതയിലാണ്. എൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസർമാരും സമാനമായ അവസ്ഥയിലാണ്. ഒരു അടി പോലും മുന്നോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആരെങ്കിലും സഹായിക്കുമോ എന്നും അറിയില്ല. പക്ഷേ പ്രതീക്ഷയുണ്ട്. അതിജീവനത്തിൻ്റെ വീര ഇതിഹാസം രചിച്ച കേരളമേ കൂടെയുണ്ടാകണം. കൈവിടരുത്. കനിവുണ്ടാവണം.